ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ചെമ്മീൻ റെസിപ്പിയാണ്. ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, ടർമറിക് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഹാഫ് ടീസ്പൂൺ ഗരം മസാല, സാൾട്ട് പാകത്തിന്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ടെയിൽ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ വൃത്തിയാക്കിയതാണ്. ഇനി നമുക്ക് ഇത് ഒരു ടൂത്ത് പിക്കിലേക്ക് നമുക്ക് ഒന്ന് കോർത്തെടുക്കാം. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്മീൻ നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേവിനനുസരിച്ച് നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് ഇതിന് രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മളിത് ചെമ്മീൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. മെയിൻ ഇതിലേക്ക് ചെയ്യാനുള്ളത്, ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ ചെമ്മീൻ കുഴച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മസാല ഉണ്ടായിരുന്നു, അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാനിട്ട് മിക്സ് ചെയ്തിരുന്നു. ആ തേങ്ങയാണ് അത് ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആ ചെമ്മീൻ്റെ മേലിടാൻ വേണ്ടിയിട്ടാണ്. അതും ഈ ചെമ്മീൻ കൂടി കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ വരുന്നത്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരിതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വരെയുള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത കാണാം. ഓക്കെ, ബൈ.